24-ാം ദിവസം പുൽത്തൊട്ടി. ഒരിക്കൽ പുൽത്തൊട്ടിയുടെ പുൽക്കൂടിൻ്റെ ദൈവശാസ്ത്രം എന്താണെന്ന് ചോദിച്ച വിദ്യാർത്ഥികളോട് അധ്യാപകൻ പറഞ്ഞു, ദൈവം ഒരു കച്ചിത്തുരുമ്പാണ്. അദ്ദേഹം തുടർന്നു, ഒടിയും വളയും നുറുങ്ങും തരിപ്പണമാകും, പക്ഷേ പുനർജീവിക്കും, ജീവിതത്തിൽ മരിക്കാത്തവർക്ക് വേണ്ടി. വിദ്യാർത്ഥികളുടെ മനസ്സ് വളർന്നു. അവർ അലസത വെടിഞ്ഞ് ജീവിതത്തിൽ മരിക്കാതിരിക്കാൻ വേണ്ടി വെളിച്ചമുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനം തുടങ്ങി. ആദിമസഭയിലെ 2 ശ്രദ്ധേയ പ്രതീക സൂചകങ്ങളാണ് പുൽത്തൊട്ടിയും പിള്ളക്കച്ചയും. എന്തെല്ലാം നിത്യസത്യങ്ങളാണ് അവയ്ക്ക് അനാവരണം ചെയ്യുവാനുള്ളത്. പുൽത്തൊട്ടിയിലെ വിശുദ്ധ രാത്രിയുടെ തണുപ്പകറ്റാൻ അയഞ്ഞുകിടക്കും വിധമല്ല, അല്പം മുറുകെ തന്നെയായിരിക്കണം പിള്ളക്കച്ച കൊണ്ട് ഉണ്ണിയേശുവിനെ പൊതിഞ്ഞത്. അത് യേശുവിൻ്റെ മരണത്തിൻ്റെയും കബറടക്കത്തിൻ്റെയും വാതിൽ തുറന്നിടുന്ന പ്രതീകമായി നിലകൊള്ളുന്നു. എല്ലാവരും ജനിക്കുന്നത് വളരാനും വലുതാകാനും വേണ്ടിയാണ്. എന്നാൽ യേശു ജനിച്ചതാകട്ടെ ചെറുതാകാനും മരിക്കാനും അത്രേ. യേശുവിൻ്റെ ജനനം മുതൽ അതങ്ങനെയാണ്. അവൻ ബലിമൃഗവും യാഗവസ്തുവും തന്നെയാണ്. അവൻ ആദിജാതനാണ്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അങ്ങനെ പുൽത്തൊട്ടി ബലിത്തറയായി തീരുന്നു. അത്യഗാധമായ ഈ ദൈവിക രഹസ്യത്തിൻ്റെ മനോഹാരിതയെ വിശുദ്ധ അഗസ്തിനോസ് ഇപ്രകാരം വിവരിക്കുന്നു: വളർത്തുമൃഗങ്ങൾ അവയുടെ ആഹാരം കണ്ടെത്തുന്ന കലവറയാണ് പുൽത്തൊട്ടി. എന്നാൽ ഇപ്പോൾ പുൽത്തൊട്ടിയിൽ ശയിക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിയവനാണ്. നമ്മെ യഥാർത്ഥത്തിൽ നമ്മളാക്കി തീർക്കാൻ ആവശ്യമായ ഈ ലോകത്തിലും പരലോകത്തിലും നമ്മുടെ ജീവനെ നിലനിർത്തുവാൻ പര്യാപ്തമായ സ്വർഗീയ അപ്പമാണ് അവൻ. ദൈവമൊരുക്കുന്ന ആ ദിവ്യമായ തീൻമേശയിലേക്കാണ് സ്വർഗീയമായ അപ്പം സ്വീകരിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുക. മേശ ഉറപ്പിച്ചിരിക്കുന്നതാകട്ടെ യേശുവിൻ്റെ തിരുജനനത്തിൻ്റെ അത്യഗാധമായ ദാരിദ്ര്യത്തിലും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ വിശപ്പുകളെയൊക്കെ ശമിപ്പിക്കേണ്ട അപ്പം അവനാണ്. ശരീരത്തിൻ്റെ വിശപ്പടക്കാൻ നമുക്ക് പറ്റും. എന്നാൽ പിന്നെയും അവശേഷിക്കുന്ന കുറച്ച് വിശപ്പുകളുണ്ട്. കുഞ്ഞിന് വാത്സല്യത്തിന് വേണ്ടിയുള്ള വിശപ്പ്, വൃദ്ധന് കനിവിന് വേണ്ടിയുള്ള വിശപ്പ്, ചെറുപ്പക്കാരന് ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ്, സഖിക്ക് കരുതലിന് വേണ്ടിയുള്ള വിശപ്പ്. മനുഷ്യന്റെ വിശപ്പുകളെ എങ്ങനെ എണ്ണി തീർക്കാനാണ് സാധിക്കുക? ഈ വിശപ്പുകളെ ശമിപ്പിക്കുന്ന അപ്പം ആയിരിക്കും ഇനി മുതൽ ക്രിസ്തു. തന്നെ അവൻ വിശേഷിപ്പിച്ചതും ഈ അപ്പം എന്ന പദം കൊണ്ടാണല്ലോ. ആ അപ്പത്തെ, യേശുവിനെ അടുത്ത് അനുകരിക്കുവാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.